श्री कृष्ण महाराज। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांता राधाकांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। ശ്രീമദ് ഭാഗവതം കി ജയ്. ഇപ്പോൾ നമ്മള് കഴിഞ്ഞ ആദ്യത്തെ സെഷനില് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ 3 പ്രഥമ ശ്ലോകങ്ങൾ നോക്കി. ഭാഗവതം മൊത്തം 18,000 ശ്ലോകം. എന്നിരുന്നാലും ആദ്യത്തെ 3 ശ്ലോകം വന്നിട്ട് ഭാഗവതത്തിന്റെ ഉദ്ദേശം വീക്ഷണം പഠിപ്പിക്കുന്ന വിഷണറി ശ്ലോകമാണ് ആദ്യത്തെ 3 ശ്ലോകം. അതിൽ ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യ യതഃ ഭഗവാനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ശ്ലോകം ധർമ്മപ്രോചിത, അത് വന്നിട്ട് ഭാഗവതത്തിനെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ ശ്ലോകം നിഗമകൽപതരോർഗലിതം ഫലം, അത് വന്നിട്ട് വ്യക്തിഭാഗവതം ശുഖമഹർഷിയെ കുറിച്ച് പറയുന്നു. പിന്നെ 3 സംവാദങ്ങളാണ് പ്രധാനമായ സംവാദങ്ങൾ. ഒന്ന് നാരദ വ്യാസ സംവാദം, രണ്ടാമത്തത് സുഖപരീക്ഷിത് സംവാദം, മൂന്നാമത്തത് നൈമിഷാരണ്യത്തില് സൂത പൗരാണികനും സൗനകാദി ഋഷികളും ആണ്. ഈ 3 സംവാദത്തിൽ വച്ച് ഏറ്റവും ഉയർന്നത് സുഖമഹർഷിയും പരീക്ഷിത്തും തമ്മിലുള്ള സംവാദം. ഇന്നലെ നൈമിഷാരണ്യത്തിന്റെ മഹാത്മ്യവും സൂത പൗരാണികന്റെ ജനനവും അവിടെ ഋഷിമാർ ഒത്തുകൂടാനുള്ള കാരണകാര്യങ്ങളും അവർ സൂത പൗരാണികനെ തെരഞ്ഞെടുത്തതിന്റെ പ്രാധാന്യം, ഇതെല്ലാം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്നത്തെ വിഷയം 6 ചോദ്യങ്ങളാണ്. അതായത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉത്ഭവമായി കണക്കാക്കുന്നത്
ഈ 6 ചോദ്യങ്ങളാണ്. ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോ ഈ 6 ചോദ്യങ്ങള് ഇത് ഇന്ന് കുറച്ച് അക്കാഡമിക് ആണ്, വളരെ ശ്രദ്ധയോട് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഈ 6 ചോദ്യങ്ങളും 3 ഡിവിഷൻ, 3 സെക്ഷനായിരിക്കുകയാണ്. ആദ്യം വന്നിട്ട് ഋഷിമാർ ചോദിക്കുന്നു ലോക നന്മ, ജനങ്ങളുടെ നന്മയെക്കുറിച്ചും ശാസ്ത്രങ്ങളുടെ സാരത്തിനെ കുറിച്ചും ചോദിക്കുന്നു. 2 ചോദ്യം, അതൊരു സെറ്റ്, സെക്ഷൻ എ. പിന്നെ അടുത്ത സെക്ഷൻ ഋഷിമാർ നേരിട്ട് ഭഗവാനെ കുറിച്ച് തന്നെ ചോദിക്കുകയാണ്. ഭഗവാന്റെ അവതാര ഉദ്ദേശം, ഭഗവാന്റെ ഗുണാവതാരം, ഭഗവാന്റെ ലീലാവതാരം, അതൊരു സെക്ഷൻ. മൂന്നാമത്തത് ലാസ്റ്റ് സെക്ഷൻ, 6ാമത്തെ ചോദ്യം അവർ ചോദിക്കുന്നത് ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ധർമ്മം എവിടെ പോയി, ധർമ്മം ആരെ ആശ്രയിച്ചു, ധർമ്മത്തിന് എന്ത് പറ്റി. ഇതാണ് അവർ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ. അപ്പോ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു ഈ 3 സംവാദങ്ങൾ. ഒരുപാട് സംവാദമുണ്ട് ഭാഗവതത്തിനകത്ത്, ഭാഗവതത്തിനെ കുറിച്ച് തന്നെ. ശങ്കർഷണമൂർത്തി 4 കുമാരന്മാർക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാദേവൻ പാർവതി ദേവിക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈത്രേയ മഹർഷി വിദുരർക്ക് ഭാഗവതം ഉപദേശിച്ചിട്ടുണ്ട്. മൈത്രേയ മഹർഷി വേറെ ഒരു മഹർഷിയുടെ അടുത്തിരുന്ന് ഭാഗവതം കേട്ടു. ഇങ്ങനെ അത് ഓഫ് ചെയ്തേ. ഈ ടെമ്പിൾ ഹാൾ ആരാ ക്ലീൻ ചെയ്യുന്ന ഡെയിലി? ആര്? കുറച്ച് കർപ്പൂരം ഇട്ട് ഇത് ചെയ്യും. മൊത്തം ഈച്ചയാണ്. കുറച്ച് കർപ്പൂരം ഇട്ട് ഈച്ച. എവിടെ നിർത്തി? അപ്പൊ അങ്ങനെ അനേകം സംവാദങ്ങൾ ഭാഗവതത്തിലുണ്ട്. അപ്പൊ ഇത്രയും സംവാദമുണ്ടെങ്കിലും ഭാഗവതത്തിന്റെ ഉത്ഭവം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഭാഗവതം എന്ന് പറയുന്നത് നൈമിഷാരണ്യത്തിൽ 88,000 ഋഷിമാർ ചോദ്യങ്ങൾ, അവരുടെ അധിപനായിട്ട് ശൗനക ഋഷി, ഇന്നലെ ആ ശ്ലോകമൊക്കെ നോക്കി, അദ്ദേഹം ചോദിക്കുന്നതും സൂത പൗരാണികൻ ഉത്തരം പറയുന്നതും. പക്ഷെ ഈ സംവാദം എന്താ പറയാ, 3ാമത്തെ കാറ്റഗറിയിലുള്ള സംവാദമാണ്. നാരദ വ്യാസ സംവാദം ഇതിനേക്കാളും ഉയർന്നതും ശുകമഹർഷിയും പരീക്ഷത്തിന്റെ സംവാദമാണ് ഏറ്റവും ഉയർന്നത്. കാരണം ശുകമഹർഷിയുടെയും പരീക്ഷത്തിന്റെയും സംവാദത്തില് അവർക്ക് പരീക്ഷത്തിന് മരണഭയമില്ല. ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു സംവാദമാണ്. എന്നാൽ നാരദ വ്യാസ സംവാദത്തിൽ വ്യാസദേവൻ അല്പം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ സൂത പൗരാണികനും ശൗനകാദി ഋഷികളുമുള്ള സംവാദത്തിൽ വേറെയും കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 3 സംവാദത്തിനെ 1, 2, 3 എന്ന് ഋഷിമാർ തിരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും ഉയർന്നത് പരീക്ഷത്തിനും പിന്നെ ശുകമഹർഷിക്കും ഉള്ള സംവാദം. എന്നാൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതോ നമുക്ക് ലഭിച്ച ശ്രീമദ് ഭാഗവതമോ നൈമിഷാരണ്യത്തിൽ ശൗനകാദി ഋഷികളും മറ്റ് സൂത ഗോസ്വാമി, സൂത പൗരാണികനും തമ്മിലുള്ള സംവാദം. ഇതിനകത്ത് ഇവര് പല റെഫറൻസസ് കോട്ട് ചെയ്യുന്നുണ്ട്. ആചാര്യന്മാര് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആചാര്യന്മാര് ഒന്ന് രേഖപ്പെടുത്തുമ്പോൾ റെഫറൻസ് ഉണ്ടാകും. ആര് എപ്പോൾ സംസാരിച്ചു, കാലഘട്ടം, അതിന് ആ സംസാരിക്കാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ
വിശകലനം, റിസർച്ച്, പിന്നെ അതിൻ്റെ കൺക്ലൂഷൻ, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വച്ചിട്ടാണ് അവര് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഭാഗവതത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ 6 ചോദ്യങ്ങളുടെയാണ്. ഈ 6 ചോദ്യങ്ങള് 3 സെറ്റായിട്ടാണ് ഈ 6 ചോദ്യങ്ങളുള്ളത്. ഓക്കെ, അപ്പോ ഈ ഓരോ ചോദ്യത്തിനും കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെറ്റ് നോക്കാം. ശ്ലോക നമ്പർ 1:1:10. അതായത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് 1:11 9 ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്, 11 രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്. എന്നിരുന്നാലും അതിന് കാരണം 10ാമത്തെ ശ്ലോകമാണ്. 10ാമത്തെ ശ്ലോകമാണ് ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും കാരണം. പ്രായേനൽപായുഷസഭ്യാം കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യാ ഹി ഉപദ്രുതഃ. പ്രായേണ അല്പായുഷസഭ്യാം കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യാ ഹി ഉപദ്രുതാഃ. ആരെങ്കിലും ഈ ശ്ലോകമാണ്, ഈ 10ാമത്തെ ശ്ലോകമാണ് ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് കാരണമായ ശ്ലോകം. ആദ്യത്തെ ശ്ലോകം ആദ്യത്തെ ചോദ്യം 9ാമത്തെ ശ്ലോകത്തിലും രണ്ടാമത്തെ ചോദ്യം 11ാമത്തെ ശ്ലോകത്തിലുമാണ്. പക്ഷെ ഈ 10ാമത്തെ ശ്ലോകമാണ് അതിന് കാരണം. പ്രായേണ, മലയാളത്തിലും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പ്രായം. അപ്പോ ഈ പ്രായേണ എന്ന വാക്കാണ് പ്രയാണം എന്ന് വെച്ചാൽ യാത്ര.
അതിന് കാരണമായി തീരുന്നത്. ഇപ്പോ 4-5 പേര് ഇങ്ങനെ ദൂരെ യാത്ര ചെയ്യുന്നു എന്ന് വെച്ചേക്കാം. ഒരാൾക്ക് ആരോഗ്യമില്ല, രണ്ടാമത്തെ ആൾക്ക് നല്ല ആരോഗ്യമുണ്ട്, മൂന്നാമത്തെ ആൾക്ക് നല്ല കൂട്ടുകാരുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. 3 പേര് നടക്കാൻ തുടങ്ങാം. ഒരാൾക്ക് ആരോഗ്യമില്ല, ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, മൂന്നാമത്തെ ആൾക്ക് ആരോഗ്യമുണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ നല്ല കൂട്ടുകാരുണ്ട്. ആരായിരിക്കും ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്നത്? ആരാണ് കൂടുതൽ പോകുന്നത്? നല്ല ഫ്രണ്ട്സ് ഉള്ള ആൾക്കാർ. ആരോഗ്യമില്ലാത്ത ആള് കുറച്ചു ദൂരം യാത്ര ചെയ്ത് നിൽക്കും. ആരോഗ്യം ഉള്ളവൻ അല്പം കൂടെ യാത്ര ചെയ്യും. ആരോഗ്യമുണ്ടോ ഇല്ലെന്നുള്ളത് വിഷയമല്ല. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവൻ ഒരുപാട് യാത്ര ചെയ്യും. അപ്പോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നല്ല വൈഷ്ണവ സംഘം ഒരാൾക്കുണ്ടെങ്കിൽ, കലികാലത്തില് ഭക്തന്മാരുടെ സംഘമാണെങ്കിൽ പോലും ചിലർക്ക് നിർഭാഗ്യമാണ്, കുഴപ്പിക്കുന്ന ഭക്തന്മാരുടെ സംഘമാണ് ഉള്ളത്. അതായത് പരദൂഷണം പറയുകയും ഒരാളെ നിരുത്സാഹപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ഉള്ള സംഘം. പക്ഷെ നല്ല സംഘമുള്ള ഒരാൾക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റും. പ്രായം, ആയുസ്, ജീവിത ദൈർഘ്യം അല്പം കലികാലത്തിലെല്ലാം വളരെ കുറവാണ്. 100 വർഷം ജീവിക്കേണ്ട ആള് പോലും ഇപ്പോൾ 70-72 വയസ്സ് വരെ ജീവിക്കുന്നുള്ളൂ. കലികാലം മൂർധന്യ അവസ്ഥയിലാകുമ്പോൾ ഇത് ഇനിയും കുറഞ്ഞ് 3 പതിറ്റാണ്ടുകൾ, 3 ഡിക്കേഡ്സ്, 30 വയസ്സായി മാറും എന്ന് പറയുന്നുണ്ട്. കലിയുഗം അവസാനിക്കുമ്പോ ഒരു മനുഷ്യന്റെ ജീവിത ദൈർഘ്യം എത്ര വർഷമായി മാറും? വെറും 30 വർഷമായി മാറും. പ്രായേണ അല്പായുഷസഭ്യ കലൗ അസ്മിൻ യുഗേ ജനാഹ. കലിയുഗത്തിലുള്ള ജനങ്ങള് മന്ദ, ഈ വാക്കുകൾ എങ്ങനെ എഴുതിക്കൊള്ളണം. ഇതിൽ ഒരു കാര്യമുണ്ട്. മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യഹി ഉപദ്രുതാഹ. ഇതൊരു ഓർഡറിലാണ് ഇവിടെ വ്യാസമഹർഷി പറഞ്ഞിരിക്കുന്നത്. മന്ദ എന്ന് വെച്ചാല് മടിയന്മാർ, ലേസി. അടുത്തത് സുമന്ദമതയഃ എന്ന് വെച്ചാല് ശരിയായ മാർഗനിർദ്ദേശം ഇല്ലാത്തവർ. മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ, അവര് ഭാഗ്യഹീനന്മാർ. പിന്നെ ഉപദ്രുതഃ, ഡിസ്റ്റർബ്ഡ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യഹി ഉപദ്രുതഃ. ഇത് 4 ഒരു ഓർഡർ ഉണ്ട്. മന്ദ എന്ന് വെച്ചാൽ ലേസി, പിന്നെ മന്ദഭാഗ്യ എന്ന് പറഞ്ഞാല് ശരിയായ മാർഗനിർദ്ദേശമില്ല. സുമന്ദമതയ, മാർഗനിർദ്ദേശമില്ല. മന്ദഭാഗ്യ എന്ന് വെച്ചാല്, അല്ല, കറക്റ്റ് അല്ലേ? മന്ദ മടി, സുമന്ദമതയ മാർഗനിർദ്ദേശമില്ല, മന്ദഭാഗ്യ അവർക്ക് ഭാഗ്യമില്ല, പിന്നെ ഉപദ്രുത അവര് ഡിസ്റ്റർബ്ഡാണ്. ഈ ശ്ലോകം വ്യാസമഹർഷി ഈ ഓർഡറിൽ എഴുതാൻ ഒരു കാരണമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, മനുഷ്യർക്ക് ആയുസ് കുറവാണ് കലിയുഗത്തില്. മനുഷ്യർക്ക് ആയുസ് കുറവാണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ നോക്കി, നൈമിഷാരണ്യത്തിൽ ഋഷിമാര് കൂടിയത് ത്രേതായുഗത്തിലാണ്. ഋഷിമാര് നൈമിഷാരണ്യത്തിൽ കൂടിയത്. അവിടെ
യജ്ഞമാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ധർമ്മം. എന്നും രാവിലെ ഋഷിമാര് വീട്ടിൽ കൂടി യജ്ഞഹോമാദികൾ ചെയ്യും. ബ്രാഹ്മണര് വീട്ടിൽ, അതായത് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ജപിക്കുന്നത് പോലെ ആ യുഗത്തിൽ ഉണ്ടായിരുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് യാഗം വളർത്തും, യജ്ഞഹോമാദികൾ ചെയ്യും. അങ്ങനെ യജ്ഞഹോമാദികൾ ചെയ്യുമ്പോൾ യജ്ഞഹോമങ്ങളുടെ അവസാനം പല സാഹചര്യങ്ങളിൽ ഭഗവാൻ പ്രത്യക്ഷമായ, അതായത് ഭഗവാനെ നേരിട്ട് കാണാം. യാഗമൊക്കെ ചെയ്ത് തീരുമ്പോ കൃഷ്ണൻ ആ തീ കൂടെ അങ്ങ് പൊങ്ങി വരും. ഭഗവാനെ യജ്ഞ എന്ന പേരിൽ തന്നെ ഭാഗവതം വിളിക്കുന്നുമുണ്ട്. അങ്ങനത്തെ പവർഫുൾ ആയിരുന്നു ഏത് ത്രേതായുഗത്തിൽ. പക്ഷെ ഇതിനൊന്നും സമയമില്ല കലിയുഗത്തിൽ. 10,000 വർഷം, 1,00,000 വർഷമാണ് ഇതിനു മുമ്പേ ഉള്ള ആൾക്കാരുടെ ജീവിത ദൈർഘ്യം. അപ്പൊ അതുകൊണ്ട് അവർക്ക് 1,000 വർഷം തപസ്യയിരിക്കാം, പിന്നെ 1,000 വർഷം തീർത്ഥാടനത്തിന് പോകാം. ഒരുപാട് സമയമുണ്ടായി. കലിയുഗം എന്താന്ന് വെച്ചാല് നമുക്ക് തന്നെ അത് ഫീലാകും. ജീവിതം വർഷങ്ങൾ വളരെ വേഗത്തിൽ ചലിക്കുന്നതായി നമുക്ക് ആകുന്നുണ്ടോ? പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാൽ 5 കൊല്ലം പോയി, 10 കൊല്ലം പോയി, ഇതാ ഇപ്പൊ വന്നതുപോലെ ഇരിക്കുന്നു ഈ കാലചക്രത്തിന്റെ വേഗം. പ്രഭുപാദർ ഒരിക്കൽ പറഞ്ഞു, കലിയുഗത്തിൽ ബുദ്ധിമാൻ ആരാണെന്ന് വെച്ചാൽ അവന്റെ സമയത്തിനെ മാനേജ് ചെയ്യാൻ പഠിച്ചവൻ ബുദ്ധിമാനാണ്. എത്ര പേർക്ക് അവരുടെ സമയം മാനേജ് ചെയ്യുന്നതിൽ വീഴ്ച പറ്റാറുണ്ട്? അവരുടെ സമയം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആർക്കാണോ അവരുടെ സമയം മാനേജ് ചെയ്യാൻ അറിയുക അവൻ ബുദ്ധിമാനും സ്മാർട്ടുമാണ്. ഓൾറെഡി അല്പ ആയുസുക്കളാ, വയസ്സില്ല. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ 20, 30, 40 കൊല്ലമൊക്കെ അങ്ങ് പെട്ടെന്ന് പോവാണ്. ശരിക്കും ആധ്യാത്മികം പരിശീലിക്കാൻ നമുക്കൊക്കെ മൊത്തം ഒരു 20 വയസ്സിൽ കൃഷ്ണാവബോധം മനസ്സിലാക്കിയിരുന്നെങ്കിൽ 10 വർഷമേ ഉള്ളൂ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ 60 ആവും. 20-ലിരുന്ന് കൃത്യമായി 10 വർഷം കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുമ്പോൾ 60 ആവും. അതെങ്ങനെ 20-ലിരുന്ന് 60 ആകുന്നത്? പകുതി ഉറങ്ങി തീർക്കും, പകുതി തിന്നു തീർക്കും, ഇങ്ങനെയൊക്കെ പോയി ബാക്കിയുള്ള ജപിക്കുന്നത് നോക്കിക്കഴിഞ്ഞാല് വെറും 10 കൊല്ലമേ ഉള്ളൂ. എന്നാൽ 30, 40-ലും കൃഷ്ണാവബോധത്തിൽ വന്നവർക്ക് അതുമില്ല. 50-ഉം 60-ലും കൃഷ്ണാവബോധത്തിൽ വന്നവർക്ക് ഒട്ടുമില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അല്പായുസുക്കളാണ്. ശരി, ഇനി അഥവാ ആയുസ് കൂടുതലാണെങ്കിൽ രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ് കലിയുഗത്തിന്റെ? ഫസ്റ്റ് ഓഫ് ഓൾ അല്പായുസുക്കൾ. ഇനി അഥവാ ഒരുത്തന് നല്ല ആരോഗ്യവും ആയുസ്സും ഉണ്ടെങ്കിൽ അടുത്ത കുഴപ്പം എന്താണ്? മടിയന്മാർ. ഈ മടിയന് 100 വർഷം ഇരുന്നിട്ട് എന്ത് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എത്ര പേർക്ക് മടിയുണ്ട്? നല്ല മടിയുണ്ട്. ആയുസ് ഉണ്ടെങ്കിലും മടിയുണ്ടായിട്ട് എന്ത് പ്രയോജനം? നോക്കിക്കോളൂ എങ്ങനെ അതൊരു ഓർഡറിൽ വ്യാസമഹർഷി കൊടുത്തിട്ടുണ്ടെന്ന്. ഒരു പ്രയോജനമില്ല. ശരി, ഇനി മടിയല്ല, നല്ല സ്മാർട്ടാണ്, നല്ല എല്ലാം ഓടി നടന്ന് സമയം കളയാതെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അടുത്ത ക്വാളിറ്റി എന്താണ്? നല്ല മാർഗനിർദ്ദേശമില്ല. എല്ലാം ഓടി നടന്ന് സ്മാർട്ടായിട്ട് ജോലി ചെയ്യും. പക്ഷെ ഒരു രാഷ്ട്രീയ കയ്യക്കാരന്റെ കയ്യിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്ന പാപം ചെയ്യുന്നവന്റെ കയ്യിൽ പെട്ടുപോയി. നല്ല സ്മാർട്ടായിട്ട് ബിസി ആയിട്ട് ജോലി ചെയ്യും, എല്ലാം മടിയില്ല. പക്ഷെ നല്ല ഒരു മാർഗനിർദ്ദേശം ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം? ഏതോ ഡയറക്ഷനിൽ ഭയങ്കര സ്പീഡായിരിക്കും. എത്ര പേർക്ക് ആ ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്? നാരായണത്ത് ഭ്രാന്തനും മറ്റേ ആരുടെയോ 12 മക്കളും. അതിലൊരു കഥയില്ലേ? ഒരാള് പാറക്കഷ്ണം ഉരുട്ടി. ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു, തൃശ്ശൂരിന്റെ അടുത്ത്, മലപ്പുറത്തിന്റെ അടുത്ത്. കല്ലിനെ ഉരുട്ടി മേലെ ഒരു കുന്നിന്റെ മേലെ കയറ്റി വെക്കും. പിന്നെ അവിടെ നിന്ന് താഴെ തള്ളിയിടും. പിന്നെ ആള് താഴെ ഇറങ്ങി വന്ന് കല്ലിനെ ഉരുട്ടി മേലെ കൊണ്ടുപോകും, വീണ്ടും തള്ളിയിടും. അതാളാരാണ്?
മലപ്പുറത്തിന്റെ അടുത്താണ് ആ സ്ഥലം. ആള് ഭയങ്കര ആക്റ്റീവാണ്. എന്ത് പ്രയോജനം? കല്ല് ഉരുട്ടി കൊണ്ടുപോകും, താഴെ ഉരുട്ടിയിടും, മേലെ ഉരുട്ടി കൊണ്ടുപോകും. അപ്പോ ആക്റ്റീവാണ്. നല്ല മാർഗനിർദ്ദേശമില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ഇല്ല. ശരി, നല്ല ഒരു മാർഗനിർദ്ദേശം ഉണ്ട് വെച്ചോളൂ. അയാൾക്ക് നല്ല മാർഗനിർദ്ദേശമുണ്ട്. പക്ഷേ അൺലക്കി, അടുത്ത സ്വഭാവം എന്താണ്? മന്ദഭാഗ്യ. അത് സ്വീകരിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു ഭാഗ്യമില്ലെങ്കിലോ? ഇപ്പൊ പ്രഭുപാദർ കൃഷ്ണാവബോധം പറഞ്ഞു കൊടുത്തു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കേട്ടു. പക്ഷെ എത്ര പേര് സ്വീകരിച്ചു? അല്ലേ? ഇപ്പൊ ഈ ഡിസ്കഷൻ തന്നെ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ചിലർക്ക് 100% തലയിൽ കയറും, ചിലർക്ക് 50% തലയിൽ കയറും, ചിലരിവിടെ ഇരുന്ന് ചിരിച്ചോണ്ട് ഉറങ്ങിക്കൊണ്ടും ഇരിക്കും. പലതും സംഭവിക്കാം. അപ്പോ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, മാർഗനിർദ്ദേശം കിട്ടുന്നുണ്ട്. ഭാഗ്യഹീനന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ തന്നെ 30-35 വർഷമായി ഈ കൃഷ്ണാവബോധത്തിൽ വന്നത്. പരിശീലിക്കുന്നവരിനേക്കാളും കൂടുതൽ വന്ന് വിട്ടിട്ട് പോയവരാണ് കൂടുതൽ. ഇന്ന് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ നമുക്കൊരു 250 പേര് നമ്മുടെ അമ്പലത്തിൽ ദീക്ഷ എടുത്തവരുണ്ടെങ്കിലും ഇതിലേക്ക് വന്ന് വിട്ടിട്ട് പോയവർ 10,000-4,000 പേരുണ്ട്. അറിഞ്ഞ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. ഭാഗ്യഹീനന്മാർ. മനസ്സിലായോ അതിന്റെ ഓർഡർ? ഇനി ഭാഗ്യമുണ്ട്, കൃഷ്ണാവബോധം മനസ്സിലായി, എല്ലാം ചെയ്യുന്നു, എന്നാ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സ് സഹകരിക്കുന്നില്ല, ഡിസ്റ്റർബ്. അതാണ് ലാസ്റ്റ് ക്വാളിറ്റി. ഒരു ഓർഡറിലാണ് വ്യാസമഹർഷി കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആയുസ് ഇല്ല. ഇനി ആയുസ് ഉണ്ടെങ്കിൽ മടിയന്മാർ. ശരി, മടിയില്ലെങ്കിൽ നല്ല മാർഗനിർദ്ദേശം ഇല്ല. ഇനി നല്ല മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പരിശീലിക്കാനുള്ള ഭാഗ്യമില്ല. ഇനി നല്ലോണം പരിശീലിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിലോ മനസ്സൊട്ടും അനുവദിക്കുന്നതും ഇല്ല. ഉപദ്രുത്തുക. എന്താ പറ്റിയ? രാവിലെ എന്താന്നറിയില്ല, ഒരു മൂടേ ശരിയില്ല. എന്താ കാരണം? ഒന്നും അറിയില്ല. തലേന്ന് നല്ലോണം പ്രസാദം കഴിച്ച് സത്സംഗം കഴിഞ്ഞ് ചെന്ന് കിടന്നുറങ്ങിയ ആളാ. രാവിലെ എണീറ്റപ്പോ മനസ്സ് കുരങ്ങ് പോലെ തിരിഞ്ഞു നിൽക്കണം. ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിക്കാറുണ്ടാ? ആർക്കും ഇല്ല. അത് തന്നെ, എല്ലാവർക്കും ഇല്ല. കലികാലത്തിന്റെ കുഴപ്പം നോക്കിക്കോളൂ. ഇങ്ങനത്തെ മനുഷ്യരാണ് കലികാലത്ത്. ഇത് നല്ല ഒരു ഓർഡറിൽ വ്യാസമഹർഷി കൊടുത്തിരിക്കുന്നു. ഇതിന് വിശ്വനാഥ് പ്രഭുപാദർ വന്നിട്ട് ഇതിന് ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഇതിന് 3 പേജാണ് ഈ ഓരോ സ്വഭാവം അടുത്തതിലേക്ക് എങ്ങനെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നു. പ്രായേണ അല്പായുഷ സഭ്യ കലൗവസ്മിൻ യുഗേ ജനാഹ മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യഹി ഉപദ്രുതാഹ. പ്രായം കുറവ്, നല്ല പ്രായം അഥവാ ഉണ്ടെങ്കിൽ മടി. ഇനി മടിയില്ല, ആക്റ്റീവ് ആണെങ്കിൽ നല്ല മാർഗനിർദ്ദേശം ഇല്ല. നല്ല മാർഗനിർദ്ദേശം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ഭാഗ്യമില്ല. ഇനി അത് സ്വീകരിച്ച് എല്ലാം മനസ്സിലായാലും കൊരങ്ങായ മനസ്സിതിനെ സഹകരിക്കുന്നുമില്ല. മനസ്സിലായ? ഇങ്ങനത്തെ ജനങ്ങളാണ് എവിടെ ഉള്ളത്? കലികാലത്തിലുള്ളത്. ശരി, ഇത് ചോദിക്കേണ്ട കാര്യമില്ല. അല്പായുസ് എത്ര പേർക്കാണ്? നമുക്ക് എല്ലാവർക്കും അല്പായുസ്. 50 കഴിഞ്ഞ് 60 പോകുമ്പോ മുട്ടുവേദന, തലമുടി നരച്ചത്, ഇതൊക്കെ എത്ര പേരുണ്ട്? മുടി ഉള്ളത്, മുടി ഇല്ലാത്തത്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കഴിഞ്ഞാൽ മടിയുണ്ടോ? മടിയും ഉണ്ട്. ഇനി എന്താ പറയാ, എല്ലാം അറിഞ്ഞിട്ടും അത് പരിശീലിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? അതും. അപ്പൊ ഈ ശ്ലോകമാണ് ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും കാരണം. സോ നൈമിഷാരണ്യ മുനിമാരുടെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 9ാമത്തെ ശ്ലോകം, ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 9ാമത്തെ ശ്ലോകം. തത്ര തത്രാഞ്ജസായുഷ്മൻ
തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യത് വിനിശ്ചിതം ഭവതാ യത് വിനിശ്ചിതം പുംസാം ഏകാന്തഃ ശ്രേയ പുംസാം ഏകാന്തഃ ശ്രേയ തന്ന സംശിതും അർഹസി തന്ന സംശിതും അർഹസി തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യത് വിനിശ്ചിതം പുംസാം ഏകാന്തഃ ശ്രേയ തന്ന സംശിതും അർഹസി. ആരെങ്കിലും ഒന്ന് രണ്ട് പേര്. തത്രാഞ്ജസായുഷ്മൻ ഇപ്പോ നൈമിഷാരണ്യ മുനിമാർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണിത്. ഇവിടെ രണ്ട് വാക്ക് വളരെ പ്രധാനം. ഏകാന്തത ശ്രേയ എന്ന രണ്ട് വാക്കാണ് ഇവിടെ പരമപ്രധാനം. ഏകാന്തത, ഏക അന്തഃ, അവസാനം ഉള്ള ആ ഒരു അന്തിമ ലക്ഷ്യം. അന്തഃ എന്ന് വെച്ചാല് അവസാനം, ആദ്യ അന്ത, അന്ത അവസാനം. ഏകാന്തഃ, അവസാനം നിലനിൽക്കുന്ന ആ ഒരു കാരണം, ഏറ്റവും ഉയർന്നത് ശ്രേയസ്. അതായത് കലിയുഗത്തിൽ ഇത്രയും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. തത്ര തത്ര, വീണ്ടും വീണ്ടും ആയുസ് കുറഞ്ഞു, മനുഷ്യർക്ക് പ്രായം കുറവാണ്. അതേസമയം അങ്ങയ്ക്ക് സൂത പൗരാണികൻ ഋഷിമാര് സൂത ഗോസ്വാമി എടുത്ത് പറയാം, അങ്ങയ്ക്ക് നല്ല നീണ്ട ആയുസ്സുമുണ്ട്, എന്നാൽ കലികാലത്തിലുള്ളവർക്ക് ഒട്ടും ആയുസ്സും ഇല്ല. അതുകൊണ്ട് നിശ്ചിതം, ഉറപ്പായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എന്നാൽ വളരെ എളുപ്പമായത്, അഞ്ജസ എന്ന് വെച്ചാൽ വളരെ എല്ലാവർക്കും മനസ്സിലാവണം. നേരത്തെ കലിയുഗത്തിന്റെ കുഴപ്പമൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ശ്രീ ശ്രീ കൃഷ്ണ ബലറാമി. അതുകൊണ്ട് എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഏറ്റവും ഉയർന്നതും അന്തിമമായതുമായ ധർമ്മം എന്താണ് എന്നുള്ളത് അങ്ങ് വിശദീകരിച്ച് തരണം. അതായത് ഉയർന്ന ആൾക്കാര് എപ്പോഴും മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും. സ്വാർത്ഥർ അവരുടെ നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കും. നമ്മളൊക്കെ ചില ആൾക്കാരെടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചുറ്റി 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 അവന്റെ കാര്യം മാത്രമേ അവർ വറി ചെയ്യുള്ളൂ, വേറെ ആരുടെ കാര്യവും അവർക്കൊരു വിഷയമല്ല. സ്വാർത്ഥന്മാർ അവന്റെ കാര്യം മാത്രം, ഇതിൽ എനിക്ക് എന്ത് കിട്ടും. ഇപ്പൊ ഉദാഹരണം, പ്രസാദം വന്നു,
ഉയർന്ന ചിന്താഗതി ഉള്ളവർ എന്ത് ചിന്തിക്കും? പ്രസാദം എല്ലാവർക്കും തികയോ? താഴ്ന്ന ചിന്താഗതി ഉള്ളവർ എന്ത് എനിക്ക് പ്രസാദം കിട്ടോ? ഇപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിലാണ്? ഫസ്റ്റ് ആണ്, സെക്കൻഡ് ആണ്? എല്ലാവർക്കും പ്രസാദം തികയോന്ന് ചിന്തിക്കുന്നത് ഒരു കൂട്ടര്, എനിക്ക് കിട്ടോ എന്ന് ചിന്തിക്കുന്നത് രണ്ടാമത്തെ. നമ്മൾ ഏത് കൂട്ടത്തിലാണ്? എനിക്ക് കിട്ടും. ശ്രേയ പ്രേഹ, ഉടനെ ഉള്ള ലാഭം, ശാശ്വതമായി ദീർഘകാലം അന്തിമമായി അവസാനം വരെ കിട്ടുന്ന ലാഭം. ഇങ്ങനെ രണ്ട് ലാഭമുണ്ട്. കലിയുഗത്തിൽ 99% ആൾക്കാരും എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് മാത്രം ചിന്തിക്കുന്നവരാണ്. അപ്പോ ഇവിടെ ഋഷിമാർ കൂടിയിട്ട് ചിന്തിക്കുന്നു, ഉയർന്ന വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവർക്ക് എത്ര നന്മയുണ്ടാകും. ഭാഗവതത്തില് ബ്രഹ്മനാരദ സംവാദമുണ്ട്. ഇവര് രണ്ടുപേരും, ബ്രഹ്മാവും നാരദ മഹർഷിയും, ഇനി ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക്, ഭാവിയിൽ ഉണ്ടാകുന്നവർക്ക് എങ്ങനെ നന്മയുണ്ടാകും എന്ന് ചർച്ച ചെയ്യാൻ. പ്രഭുപാദർ എപ്പോഴും ഇതേപോലെ തന്നെ എങ്ങനെ ആൾക്കാരെ ഭക്തരാക്കാം, അവർ കലിയുഗത്തിൽ ഈ കുഴപ്പങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണല്ലോ, ഇവരെ എങ്ങനെ ഉദ്ധരിക്കാം എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും ഉയർന്ന വ്യക്തികൾ എപ്പോഴും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കലിയുഗത്തിൽ ഇത്രയും കുഴപ്പം പിടിച്ച മനുഷ്യരാണ്, അതുകൊണ്ട് വളരെ സരളമായി, എളുപ്പമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഉയർന്നതായതും അന്തിമമായതും ഉള്ള നന്മ എന്താണ് എന്ന് വിശദീകരിച്ച് തരണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും ഉയർന്നതും എല്ലാവർക്കും ഹിതം, ഒരു സന്യാസിയുടെ, ഒരു ബ്രാഹ്മണന്റെ, ഋഷിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഉയർന്നതും മറ്റുള്ളവർക്ക് നന്മ മാത്രം പകരുന്നതുമായ ഒരു ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാകും, ചതിയുണ്ടാകും, മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇതുപോലെ ആചാര്യന്മാരുടെയും ഋഷിമാരുടെയും ജീവിതം അങ്ങനെയല്ല. എല്ലാവർക്കും ഹിതകരമായ ഒരു ജീവിതം മാത്രമാണ് അവര് നയിക്കുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് 11ാമത്തെ ശ്ലോകം. 11ാമത്തെ ശ്ലോകം. ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതസാദോ അത്ര യത്സാരം സമുദ്രത്യാ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതസാദോ അത്ര യത്സാരം സമുദ്രത്യാ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ആരെങ്കിലും? ഭൂരി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ തസ്സാദോത്ര യത്സാരം സമുദ്രത്യാ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. അപ്പോ ശാസ്ത്രങ്ങളില് ഭൂരിണി ഭൂരി കർമാൻ, അനേകം അനേകം ഡ്യൂട്ടീസ്, കർമ്മങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ഇപ്പൊ ചിലതില്
പിതൃക്കളെ പൂജിക്കണം, ഏറ്റവും ശ്രേഷ്ഠം. ഓരോരുത്തരും അവരുടെ കർമ്മം ചെയ്യണം, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. മഹാദേവനെ ആരാധിക്കണം, അതാണ് ശ്രേഷ്ഠം. യജ്ഞഹോമാദികൾ ചെയ്യണം. ഇങ്ങനെ ശരിക്കും ഒരു മാർഗനിർദ്ദേശമില്ലാതെ, ഗുരു ഇല്ലാതെ ശാസ്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ പിടിച്ച് അതാണ് ശരി എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില ചടങ്ങുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ട് അതാണ് ശാസ്ത്രം, അതാണ് അന്തിമം എന്ന് ചിലരുണ്ടാകും. ചിലരേതെങ്കിലും ദേവീദേവന്മാരുടെ പൂജയിൽ കയറി ഉറച്ചു നിൽക്കും. ചിലര് വേറെ ഏതെങ്കിലും, ഇങ്ങനെ ഇതെല്ലാം വേദത്തിൽ ഉള്ളതാണ്. തമിഴ്നാട്ടിലൊക്കെ ചില വീടുകളിൽ പോയാല് വാതിലിൽ 2 കഴുതയുടെ ചിത്രം വെച്ചിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല. കണ്ടിട്ടുണ്ട് ഇല്ലേ? നാഗർകോയിലുണ്ടോ? പ്രഭുടെ സ്ഥലത്തൊക്കെ ഉണ്ടോ? എവിടെ? വീട്ടിനടുത്തുണ്ട്. 2 കഴുതയുടെ പടം വെച്ചിട്ട് ഈ വീട്ടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചിരിക്കും. ആ 2 കഴുതയുടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. 2 കഴുതയാ യോഗം. ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കാര്യങ്ങൾ, ഏതൊക്കെയോ കാര്യങ്ങൾ. അതായത് ഇത് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനും പറ്റില്ല. എവിടെയോ ജ്യോതിഷത്തില്, ശാസ്ത്രത്തിന്റെ ഒരു മൂലയിൽ ഒരു സംഭവം ഉണ്ട്. എന്താണ്? അഥവാ ജാതകപരം കൊണ്ട് ഒരാൾക്ക് വിവാഹം കഴിഞ്ഞാല് അതിൽ ഒരാൾക്ക് ദീർഘായുസ് ഇല്ലെങ്കിൽ വാഴപ്പിണ്ടിയിൽ താലി കെട്ടാം എന്നൊരു സംഭവം ഉണ്ട്. അത് എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പൊ ജാതകം വശാൽ ഞാൻ കല്യാണം കഴിച്ചു, ഭർത്താവിനോ ഭാര്യയ്ക്കോ നീണ്ട ലൈഫ് ടൈം ഇല്ലെങ്കിൽ ജ്യോതിഷത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ് സൊല്യൂഷൻ? വാഴമരത്തിന് പോയി താലി കെട്ടാം. മാലയൊക്കെ ഇട്ട് താലിയൊക്കെ കെട്ടി. ആരെങ്കിലും ഉണ്ടോ വാഴമരത്തിന് താലി കെട്ടിയവരില്ല? രക്ഷപ്പെട്ട്. പിന്നെ ആ വാഴയുടെ കയ്യും പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു 3 വട്ടമൊക്കെ അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് സദ്യയും കഴിച്ചിട്ട് വാഴയെ ഒരേ വെട്ട് എന്ന് വെച്ചാൽ ആ ദോഷം മാറി എന്നാണ് അർത്ഥം. പിന്നെ 2ാമത് കെട്ടി അവൻ തട്ടിപ്പോവും, അതോടെ തീരും. അപ്പൊ ഇങ്ങനെ ശാസ്ത്രത്തിൽ അനേകം കാര്യങ്ങളുണ്ട്. അപ്പൊ ശരിയായ ഒരു മാർഗനിർദ്ദേശം ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒന്നിനെ പിടിച്ചിട്ട് അതിനെ ജീവിതകാലം, എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് യാത്രയിൽ വരുമ്പോ ഒരു സംസ്കൃത പ്രൊമോട്ടറെ കണ്ടു. അയാള് പറയും, നിങ്ങൾ ഭഗവത്ഗീത ഭാഗവതം ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, സംസ്കൃതം പഠിക്കണം. അത് ഇനിയിപ്പോ നിങ്ങൾ ആശ്രമത്തിൽ സംസ്കൃതം പ്രചരിപ്പിക്കണം. അദ്ദേഹത്തിന് തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഏത്? സംസ്കൃതം. ഒരു മനുഷ്യന് കേരളത്തിൽ അറിഞ്ഞൂടാ, ഇല്ലേ? വലിയ പാടാണ്. ഇപ്പൊ നമ്മളൊക്കെ സംസ്കൃതത്തിൽ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? ഓരോരുത്തർക്ക് വിചിത്രമായ ആൾക്കാർ. പക്ഷെ ഇതൊക്കെ തെറ്റാണോ? തെറ്റല്ല. എവിടെയൊക്കെയോ ശാസ്ത്രത്തിലുണ്ട്. ഇങ്ങനെ തൂക്കാൻ പറ്റാത്ത ഭാരം പോലെ ഇഷ്ടം പോലെ സാധനങ്ങൾ വേദത്തിലുണ്ട്. ഇപ്പൊ ഇതിൽ എന്ത് പ്രാക്ടീസ് ചെയ്യും? ഇനി ഭാഗവതം തന്നെ എടുത്തു കഴിഞ്ഞാൽ നാരായണ കവച മന്ത്രമുണ്ട്, രാമായണത്തിൽ ആദിത്യ ഹൃദയ മന്ത്രമുണ്ട്, പിന്നെ ശങ്കർഷണമൂർത്തി കുമാരന്മാർക്ക് ഉപദേശിച്ച മന്ത്രമുണ്ട്, പ്രഹ്ലാദൻ ജപിച്ചതുണ്ട്, ധ്രുവൻ ജപിച്ചതുണ്ട്. ഇപ്പൊ ഇതിൽ ഏത് മന്ത്രം എടുത്ത് ജപിക്കും? അപ്പോ ഇത്രയും കാര്യങ്ങൾ ശാസ്ത്രങ്ങളുണ്ട്. ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. ഇതൊന്നും ഒരു മനുഷ്യനും, ഇതെല്ലാം നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, ഇത് മനസ്സിലാക്കിയവരുമുണ്ട്. ഈ വിഭാഗങ്ങളും സെക്ഷനും ഇതെല്ലാം പഠിച്ച ശ്രുതിയിൽ കൂടെ അന്ന് കാലത്ത് കേട്ട ഋഷിമാരും ഉയർന്നവർ ഇതെല്ലാം മനസ്സിലാക്കിയവരും ഉണ്ട്. പക്ഷേ ഓ സൂത പൗരാണിക, അതുകൊണ്ട് അത്ര സാധോ പരമസാധു അത്ര യത്സാരം, ഇതൊന്നും നമുക്ക് ഇപ്പൊ ഇരുന്ന് വായിക്കാനുള്ള സമയമില്ല. ഏത്? ഇത്രയും സാധനം വായിക്കാൻ അത്രയും വെറൈറ്റിയും അത്രയും കാര്യമുണ്ട്. എന്നാൽ നമ്മൾ കലികാലത്തിലുള്ള മടിയന്മാരാണ്.
അതുകൊണ്ട് നമുക്ക് എന്ത് ഉപദേശിച്ചു തരണം? അത്ര യത് സാരം, അതിന്റെ സാരം മാത്രം. എന്നാൽ അത് എങ്ങനെയായിരിക്കണം? ഭദ്രായ, ഭദ്ര എന്ന് വെച്ചാല് നന്മ. പാർവതി ദേവിക്ക് അങ്ങനെ ഒരു പേരുണ്ട്, ഭദ്ര. പാർവതി എവിടെന്നാ വരുന്നത്? സുഭദ്ര, സുഭദ്രയിലിരുന്നാണ് ഭദ്ര വരുന്നത്. ഭൂതാനാം, സർവത്ര ജീവജാലങ്ങൾക്കും നന്മയുണ്ടാക്കുന്ന. എന്നാൽ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സരളമായ, എളുപ്പമായതും. ഇവിടെ പറയുന്നു അതിന്റെ സാരം. എന്നാൽ അത് കേട്ടാൽ എന്ത് സംഭവിക്കണം? സുപ്രസീത, പ്രസീദതി, സന്തോഷമായി അവൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലെത്തണം. അങ്ങനെ കലിയുഗത്തിൽ മടിയന്മാർക്ക് ഇത്രയും വിഭാഗമുള്ള ശാസ്ത്രത്തിന്റെ ഒരു സാരം പറഞ്ഞു തരൂ എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നല്ല കഥയാണ്. എല്ലാവർക്കുമുള്ള അന്തിമമായ ശ്രേഷ്ഠമായ നന്മയുണ്ടാകണം, അത് വേണം. എന്തൊക്കെയാണ്? ഏകാന്തതഃ ശ്രേയസ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ശാസ്ത്രങ്ങളുടെ സാരം ഉപദേശിക്കണം. ശാസ്ത്രങ്ങളുടെ സാരം എന്താണ്? നമ്മളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ കണ്ടു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. ശാസ്ത്രങ്ങളുടെ സാരം എന്താണ്? അല്ല, ഈ ബുക്സിൽ, ഈ സ്ക്രിപ്ചേഴ്സിന്റെ എസൻസ് ബുക്ക് ഏതാണ്? ഭാഗവതം. ഇതാണ് ഈ രണ്ട്. ഇത് ഫസ്റ്റ് സെക്ഷനാണ്. 10ാമത്തെ ശ്ലോകമാണ് ഇതിന്റെ വേര്. കാരണം 11ലും 12ലും ആദ്യത്തെ 2 ചോദ്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം നോക്കൂ. ബാക്കിയുള്ള ചോദ്യമെല്ലാം നേരിട്ട് കൃഷ്ണ ഭഗവാനെ കുറിച്ചാണ്. അതുകൊണ്ട് പ്രഭുപാദർ ഇവിടെ ആണിയടിച്ചതുപോലെ ഉറപ്പിച്ച് പറയാണ്, ആത്മീകം എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കുക, വേറെ ഒന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ട് സ്പിരിച്വൽ. ഒരാൾ ഞാൻ ആത്മീകമായി പരിശീലിക്കുന്നു, ഞാൻ ഒരു മതപരമായ വ്യക്തിയാണ്, ഞാൻ ആത്മീയം പരിശീലിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ കൃഷ്ണൻ അല്ലാതെ വേറെ ഒന്നുമേ അല്ല. 6 ചോദ്യങ്ങളിൽ ആദ്യത്തെ 2 ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് കൃഷ്ണനെ കുറിച്ചും ബാക്കിയുള്ള 4 ചോദ്യങ്ങളും നേരിട്ട് ആരെ കുറിച്ചാണ്? ഭഗവാനെ കുറിച്ചാണ്. അപ്പൊ ആത്മീകം എന്ന് പറഞ്ഞാൽ തന്നെ അത് ആരെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്? ഭഗവാനെ, കൃഷ്ണ ഭഗവാനെ കണക്ട് ചെയ്തിട്ട് വേറെ ഒന്നുമേ അല്ല. ഓക്കെ, അടുത്തത് 12ാമത്തെ ശ്ലോകം. സൂതജാനാസി ഭദ്രം തേ, സൂതജാനാസി ഭദ്രം തേ, ഭഗവാൻ സാത്വതാം പതി, ഭഗവാൻ സാത്വതാം പതി, ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ, ജാതോ യസ്യ ചികീർഷയാ, സൂതജാനാസി ഭദ്രം തേ, ഭഗവാൻ സാത്വതാം പതി, ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. സൂതജാനാസി ഭദ്രം തേ, ഭഗവാൻ സാത്വതം പതി, ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. സൂത, ഹേ സൂത മഹർഷി. ഇന്നലെ നമ്മൾ സൂത മഹർഷിയുടെ ജനനത്തിനെ കുറിച്ച് പറഞ്ഞു. സൂത മഹർഷി എവിടെന്നാ ജനിച്ചത്? ഒരു പട്ടി, നായ എന്നാണ്. നോക്കിക്കോളൂ, നൈമിഷാരണ്യത്തിൽ 88,000 ഋഷിമാര് കൂടിയിരിക്കുകയാണ്.
ആ ഋഷിമാരുടെ കൂട്ടത്തിൽ ഭാഗവതം എഴുതിയ വ്യാസമഹർഷിയും ഉണ്ട് അവിടെ. അവർക്ക് ഭാഗവതം ആരാ ഉപദേശിക്കുന്നത്? സൂത ഗോസ്വാമി. താഴ്ന്ന കുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ജനനം കൊണ്ടല്ല ഒരാളുടെ ഇത് നിശ്ചയിക്കുന്നത്, അവന്റെ ഗുണവും കർമ്മവും കൊണ്ടാ ഒരുത്തൻ ഉയർന്നവൻ താഴ്ന്നവൻ, ബർത്ത് കൊണ്ടല്ല. എന്തുകൊണ്ടാ സൂത ഗോസ്വാമിയെ തെരഞ്ഞെടുത്തു എന്നുള്ള ശ്ലോകവും ഇന്നലെ നമ്മൾ നോക്കി. കാരണം അതേ ഭാഗവതം എഴുതിയ വ്യാസനേക്കാളും ബാധരായണ ഋഷയ മുനയക സർവേ, ആ 88,000 കൂടിയിരിക്കുന്ന ഋഷിമാരും മുനിമാരെക്കാളും സാക്ഷാത്കരിച്ചം നേടിയ വ്യക്തിയാണ് ആര്? ആ 16 വയസ്സായ സൂതൻ. ശുകദേവ മഹർഷി അല്ല അദ്ദേഹം. ഭാഗവതം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? എഴുതിയ വ്യാസദേവന് തന്നെ ഭാഗവതം അദ്ദേഹം പറയാം. അത്രയും ഉയർന്ന ഒരു വ്യക്തി. ഹേ സൂത, ശ്ലോകം പോയല്ലോ. സൂത ജാനാസി, അങ്ങയ്ക്ക് അറിയാം, ഇതെല്ലാം അങ്ങയ്ക്ക് അറിയാം. വീണ്ടും അതേ വാക്ക് വരുന്നു, ഭദ്രം. ഭദ്രം എന്ന് വെച്ചാല് നന്മ, എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഈ കാര്യം അങ്ങയ്ക്ക് അറിയാം. എന്താണ് കാര്യം? ഭഗവാൻ. ഭഗവാൻ എല്ലാവർക്കും അറിയാം, 6 ഐശ്വര്യങ്ങൾ നിറഞ്ഞ വ്യക്തി. സാത്വതാം പതി, ഇവിടെ ഭഗവാൻ ഇനിയൊരു വാക്കും കൂടെ ചേർക്കുന്നു, സാത്വതാം പതി. സത്, സാത്വതാം, സാത്വതാം പതി. സത് എന്ന് വെച്ചാൽ പരമസത്യത്തിനെ ആചരിക്കുന്നവർ, മനസ്സിലാക്കിയവർ. ആരാണ്? പരമസത്യത്തിനെ ആചരിക്കുന്നവർ, മനസ്സിലാക്കിയ പരമസത്യം. സത് എന്ന് വെച്ചാൽ പരമസത്യം. സാത്വതാം എന്ന് പറഞ്ഞാൽ പരമസത്യത്തിനെ ആചരിക്കുന്ന ഭക്തന്മാർ. സാത്വതാം പതി എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്ന നേതാവ്. സത്, സാത്വതാം, സാത്വതാം പതി. സത്ത് എന്ന് വെച്ചാല് പരമസത്യം. അതും കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. പരമസത്യം എന്ന് പറഞ്ഞാല് കാലം കൊണ്ട് സ്വാധീനിക്കപ്പെടാത്തതും മാറാത്തതുമായ സത്യമാണ് പരമസത്യം. ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഫോൺ ഉണ്ട്, ഇത് സത്യമാണോ പരമസത്യമാണോ? സത്യമാണോ പരമസത്യമാണോ? സത്യം. എന്തുകൊണ്ട് ഇത് പരമസത്യമല്ല? ചീത്തയാവും, മാറിപ്പോവും, മറന്നുപോകും, കാണാതാവും, പൊട്ടിപ്പോവും, ഞാൻ ചത്തുപോകും, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ശരി, ഇത് പരമസത്യമല്ല. എന്റെ അച്ഛന്റെ പേര് രാജഗോപാൽ, സത്യമാണോ പരമസത്യമാണോ? സത്യമാണോ പരമസത്യമാണോ? പരമസത്യോ? ഞാൻ ചത്തുപോകും, രാജഗോപാൽ ആൾറെഡി ചത്തുപോയി. ഇതെല്ലാം കാലം കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നതാ. ഇതും മാറും. ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ, അത് സത്യോ പരമസത്യോ? എത്ര കാലമായാലും അപ്പൊ സത്. ആ സത്തിനെ ആചരിക്കുന്നവർ സാത്വതാം. അതാരാണ്? ഭക്തന്മാർ. അവരെ സംരക്ഷിക്കുന്നത് ആരാണ്? ഭഗവാൻ. ഭഗവാൻ സാത്വതാം പതി. സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ. ആ പരമസത്യം ദേവകിയുടെയും വസുദേവന്റെയും മകൻ. അതായത് ഡയറക്ട്ലി കൃഷ്ണനെ കുറിച്ച് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാലും നാരായണമൂർത്തികളിൽ ഒരു കൃഷ്ണനുണ്ട്. പക്ഷെ ഇവിടെ സംസാരിക്കുന്ന, കാരണം ഇവരെ തലം വേറെയാ. നമുക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണനെ അറിയാവും. പക്ഷെ ഇവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ നേരിട്ട് അവിടെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ പോരെ. ദേവകിയുടെയും വസുദേവരുടെയും മകനായ കൃഷ്ണൻ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാതെ കൃഷ്ണന്മാരും ഉണ്ടെന്ന്. അപ്പൊ ഒരു ബ്രഹ്മാവിന്റെ 1000 ദിവസങ്ങളിൽ ദ്വാപരയുഗത്തിൽ അല്ലാത്ത കൃഷ്ണനാണ് അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവിന്റെ 28ാമത്തെ ചതുർയുഗത്തിൽ മാത്രമാണ് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായ കൃഷ്ണൻ അവതരിക്കുന്നത്. ഭാഗവതം തുടങ്ങുമ്പോ തന്നെ ഫസ്റ്റ് ശ്ലോകം പ്രാർത്ഥന എന്ത് പറഞ്ഞാ തുടങ്ങുന്നത്? ജന്മാദ്യസ്യക്ക് തൊട്ട് മുമ്പായിട്ട്
ഓം നമോ ഭഗവതേ വസുദേവരുടെ പുത്രനായ കൃഷ്ണൻ. എന്ന് വെച്ചാൽ വൈകുണ്ഠത്തിൽ നാരായണമൂർത്തികളുണ്ട്, അതിൽ ഒരു നാരായണമൂർത്തിയായ ഒരു കൃഷ്ണനും ഉണ്ട്. അപ്പൊ ഡയറക്ട്ലി ഭഗവാനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം ആ ഗർഭത്തിൽ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ആ ഭഗവാൻ സാത്വതാം ഭക്തി, ഭക്തന്മാരുടെ സംരക്ഷകൻ, അങ്ങക്ക് അറിയാം അദ്ദേഹം എന്തുകൊണ്ടാണ് ആ അവതരിച്ചത്. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ചികിത്സ. ചികിത്സ, അത് എന്തുകൊണ്ട് സംഭവിച്ചു. യഥാർത്ഥത്തിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുശ്രൂഷയല്ല, ട്രീറ്റ്മെന്റ് അല്ല. ആ വാക്കിന്റെ അർത്ഥം അവിടെ സംഭവിച്ചു. എന്തിനാണ് ഭഗവാൻ ഇവരുടെ മകനായി ജനിച്ചത്, അവതരിച്ചത്? അപ്പൊ മൂന്നാമത്തെ ചോദ്യം നേരിട്ട് ഭഗവാനെ കുറിച്ചാണ്. അപ്പൊ അടുത്തു വരുന്ന 4 ശ്ലോകങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാല് ഭഗവാനെ സ്തുതിക്കുന്നു, ഭഗവാന്റെ അവതാരങ്ങളെ സ്തുതിക്കുന്നു, നേരിട്ട് ഭഗവാന്റെ നാമത്തിനെ സ്തുതിക്കുന്നു, ഡയറക്ട്ലി കൃഷ്ണനെ കുറിച്ചാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾ മനസ്സിലാക്കണം, ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒരു വിട്ടുവീഴ്ചയില്ല. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് ഭഗവാനെ കുറിച്ചുള്ള അതാണ്. സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതിം ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികിത്സയാ. ഓക്കെ, ഇനി നമ്മൾ 13 പിന്നെ വരാം. അടുത്തത് 14 പോകാം. 14 പോയിട്ട് പിന്നെ 13 വരാം. ആപന്ന സംശ്രുതിം ഘോരാം യന്നാമ വിവശോ ഗൃണാൻ തതഃ സദ്യോ വിമുച്യേത യദ്ഭിവേതി സ്വയം ഭയം. ആപന്ന സംശ്രുതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യദ്ഭിവേതി സ്വയം ഭയം. ആപന്ന എന്ന് വെച്ചാല് എന്താ പറയാ, ഭയങ്കരമായി കുരുങ്ങിക്കിടക്കുന്നു. ഈ കുരുക്കിന് കാരണമില്ല. എത്ര പേരുടെ കയ്യില് ഈ ഫോണിന്റെ ഈ വയറുള്ള ഇയർഫോൺ ഉള്ളത്? ഫോണിന് കയറുള്ള നീളത്തിലുള്ള ഇയർഫോൺ ഉണ്ട്. എത്ര പേര് അതിനെ നീറ്റായിട്ട് ചുറ്റി വെക്കും, രാവിലെ എടുക്കുമ്പോ കുരുങ്ങിക്കിടക്കും? എത്ര പേർക്ക് അത് സംഭവിച്ചിട്ടുണ്ട്? 2 പേർക്കേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇയർഫോൺ ഇല്ല, ഇല്ലേ? നമ്മളത് ക്ലീൻ ആയിട്ട് എടുത്ത് ചുറ്റിയാണ് വെച്ചത്. രാവിലെ എടുത്തപ്പോ അതിനെന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് ഇന്ന് വരെ മനസ്സിലാവാതെ ആ കുരുങ്ങാത്ത ഇയർഫോൺ എന്തുകൊണ്ടാണ് ഇവർ കണ്ടുപിടിക്കാത്തത്? എത്ര കണ്ടുപിടിച്ചത്, എത്ര നീറ്റായിട്ട് ചുറ്റി വെച്ചാൽ രാവിലെ എടുക്കുമ്പോ എന്തായിരിക്കും? ഈ കുരുക്കിന് കാരണം എന്താ? ഒരു കാരണം, ജാതകമൊക്കെ നോക്കിയതാ, എല്ലാ പ്രതിവിധിയും ചെയ്തതാ, ഗണപതിക്ക് 101 തേങ്ങയും അടിച്ചതാ, 1000 പേർക്ക് സദ്യയും കൊടുത്തതാ, വലിയ ഗുരുവായൂരിന്ന് തന്ത്രിയെ വിളിച്ചിട്ടാണ് താലി എടുത്തു കൊടുത്തത്. കല്യാണം കഴിഞ്ഞ് അടിയോടെ അടി. കുരുക്കിന് കാരണം എന്താ? ഒരു പിടി തോന്നി. ഇയർഫോൺ പോലെ ഇന്ന് വരെ ആർക്കും കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല കറക്റ്റായ ഇയർഫോൺ. അതുപോലെ ഇതിന് കാരണകാര്യങ്ങളില്ലാത്ത കുരുക്കാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കുരുക്കാണ്. ഈ കുരുക്കിന് സ്രോതസ്സേ ഇല്ല. നല്ലോണം ഉറങ്ങി ചിരിച്ചിട്ട് പോയതാണ്. രാവിലെ എണീറ്റ് ഉടനെ മനസ്സ് പറയും അവര് വിഷ് ചെയ്താ നീ വിഷ് ചെയ്താ, നീ ആയിട്ട് ആദ്യം വിഷ് ചെയ്യണ്ട.
അവര് ചിരിച്ചാ പിന്നെ നീ ചിരിച്ചാ മതി, നീ ആയിട്ട് ആദ്യം ചിരിക്കേണ്ട. മനസ്സ് പറയും ഇതിനെന്താ കാരണം? ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിക്കാറുണ്ടോ? ആർക്കും ഇല്ല. ഉണ്ട്, സംഭവിക്കാറുണ്ട് അല്ലേ? കണ്ടിട്ട്, അതായത് അയാൾ കണ്ടിട്ട് നമ്മൾ സൈഡിൽ കൂടെ നടക്കുകയാണ്, അയാൾ ചിരിച്ചില്ല, നമ്മളൊന്ന് ചിരിച്ചാ മതി, നമ്മൾ ചിരിക്കൂല. അവൻ ചിരിക്കണം നോക്കിക്കൊണ്ടേ. അതിന് പറയുന്നത് ചിരിച്ചാ പ്രശ്നം തീർന്നല്ലോ, അവൻ ചിരിക്കുമല്ലോ. ചിരിക്കൂല, അവൻ ചിരിച്ചാ നോക്കിക്കൊണ്ടേ. എന്നിട്ട് അവൻ ചിരിച്ചില്ല. എന്ത് കുഴപ്പം പിടിച്ച മനസ്സാണ്. ആപന്ന സംശ്രുതി. ഇനി അടുത്തൊരു വാക്കുണ്ട്, ഘോരമായ കുഴപ്പമാണ്. മൊത്തം സാധാരണ കുഴപ്പമൊന്നല്ല, ഭയങ്കര കുരുക്കാണ്. എങ്ങനത്തെ കുരുക്കാണ്? ജനന മരണങ്ങളാകുന്ന കുരുക്ക്. ഇതിന്ന് ഊരാനേ പറ്റില്ല. ആർക്കുമേ എളുപ്പത്തിൽ ഇതിന്ന് പുറത്തു വരാൻ പറ്റില്ല. ആർക്ക് സാധിക്കും? എന്നാമ, ആ ഭഗവാന്റെ നാമം വിവശം വെച്ചാൽ അവശനായി. ഒരു അവശനായ ആള് ജപിച്ച എങ്ങനെയിരിക്കും? അവശനായി കിടക്കാൻ വല്ലാത്തൊരു, അവൻ ജപിക്കാൻ ബോധമില്ലാതെ അങ്ങനെ ഒരുത്തൻ അങ്ങയുടെ ഭഗവാന്റെ അദ്ദേഹത്തിന്റെ നാമം ജപിച്ചാലും തതഹ ഉടനെ സദ്യ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു, സദ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഓണത്തിന് കിട്ടണ സദ്യ. സദ്യ എന്ന് വെച്ച അർത്ഥം എന്താണ്? മറന്ന അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി. അത് എങ്ങനെ ജപിച്ചാല്? അവശനായി, ബോധമില്ലാതെ, ഒരു ഉറങ്ങി എങ്ങനെയൊക്കെ ജപിച്ചാലും തത സദ്യ വിമുച്ച്, അപ്പൊ തന്നെ മോക്ഷം കിട്ടുന്ന ഭഗവാന്റെ നാമം. അതിന്റെ മഹാത്മ്യം പറയാം. ഒരു കാരണവും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഘോരമായ ജനന മരണക്ക് ഇതിൽ കുരുങ്ങിക്കിടന്നാലും ദിവസം അവശനായി ജപിച്ചാൽ പോലും ഇമ്മീഡിയറ്റ്ലി അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മോക്ഷം കിട്ടുന്നതാണ്. അപ്പൊ ഹരിനാമത്തിന്റെ മഹാത്മ്യം നോക്കിക്കോളും. യഥ ബിബേത്തി സ്വയം ഭയത്തിന്റെ രൂപം എന്താ? പെർസോണിഫിക്കേഷൻ ഓഫ് ഫിയർ. എന്താ പറയാ? ഭയം തന്നെ ഇതിനെ കണ്ട് ഭയക്കും എന്നാ പറയും ഭഗവാന്റെ നാമം. ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഒരു ഉദാഹരണം പറയുന്നു. ഭഗവാൻ യമന്റെ അടുത്തിരുന്നും മരിച്ചുപോയ ആളെ രക്ഷിച്ചു കൊണ്ടുവരും. ഇനി വൈകുണ്ഠത്തിൽ പോയ അവിടെ നിന്നും രണ്ടറ്റത്തിൽ നിന്നും ഭഗവാന് കൊണ്ടുവരാൻ സാധിക്കും. മരണത്തിന്റെ പിടിയിലിരുന്ന് ദേവഗണങ്ങൾക്ക് പോലും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. ആൾക്കാർ പറയും മഹാദേവൻ മാർക്കണ്ഡേയനെ രക്ഷിച്ചുവെന്ന്. മഹാദേവൻ മാർക്കണ്ഡേയനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചില്ല, മരണത്തിലേക്ക് എത്തുന്ന മുമ്പേ പിടിച്ചു വെച്ച് അവന് ജീവിത ദൈർഘ്യം നീട്ടിക്കൊടുത്തു. പക്ഷെ ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. ഭഗവാൻ മരണത്തിന്റെ പിടിയിൽ മരിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കഥ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അല്ല, അജാമിളൻ മരിച്ചിട്ടില്ല. ഗുരുകുലത്തില് പഠിച്ചപ്പോ സാന്ദീപനി മഹർഷി എല്ലാം പഠിച്ചിട്ട് ഭഗവാൻ ചോദിച്ചു, എനിക്ക് ഗുരുദക്ഷിണ തരണം, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ മഹർഷി വിഷമിച്ചിട്ട് പറഞ്ഞു, എന്റെ പുത്രൻ ഇത് മരിച്ചുപോയി, എത്രയോ വർഷം കഴിഞ്ഞു, 6 or 8 എത്രയോ വർഷം കഴിഞ്ഞു. എന്റെ മകൻ മരിച്ചുപോയി, എനിക്ക് അവനെ ഒന്നും കൂടെ കണ്ടാൽ കൊള്ളാമായിരുന്നു. ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു? പാതാള ലോകങ്ങളിൽ ചെന്ന് അവിടെ ഒരു വ്യക്തിയെ തോൽപ്പിച്ച്, ഒരു വലിയ കഥ, ഒരു രാജാവിനെ, അവിടെ കാവൽ നിന്ന രാജാവിനെ തോൽപ്പിച്ച് യമനെ കണ്ട് ശംഖ് വിളിച്ച് മരണത്തിന്റെ പിടിയിലിരുന്ന് ഗുരുവിന്റെ പുത്രനെ തിരിച്ചു കൊണ്ടുവന്ന് ദക്ഷിണയായി ഗുരുവിന് കൊടുത്തു. മരണം. ഇനിയൊരു കഥയുണ്ട് അതേപോലെ മരിച്ചുപോയത് തിരിച്ചു കൊണ്ടുവന്നു ഭഗവാൻ. ആരാണ്? ബ്രാഹ്മണൻ അല്ല, അത് മരണത്തിന്റെ അല്ല, അത് മരണമല്ല, അത് മരണമല്ല. ദേവകിയുടെ ആദ്യത്തെ 6 പുത്രന്മാർ മരിച്ചു. ഭഗവാൻ ചെന്ന് ഒരിക്കൽ വസുദേവരും ദേവകിയും പറഞ്ഞു, അവരെയൊക്കെ ഒന്ന് കണ്ടാ കൊള്ളാം കൃഷ്ണ, നീയാണെങ്കിൽ ഞങ്ങളെ വിട്ടിട്ട് പോകുന്നു, ഞങ്ങളെ കൂടെ സദാ ഇല്ല, എനിക്കുണ്ടായ 6 പുത്രന്മാരെ കണ്ടാൽ കൊള്ളാം. അപ്പൊ ഭഗവാൻ ചെന്ന് മരണത്തിന്റെ പിടിയിലിരുന്ന് യമന്റെ കയ്യിലിരുന്ന്
6 പുത്രന്മാരെയും തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. ഇത് മരണത്തിന്റെ പിടി. ഇനി വൈകുണ്ഠത്തിൽ പോയത് തിരിച്ചു കൊണ്ടുവന്നത് ഏതാണ്? ബ്രാഹ്മണന്റെ പുത്രന്മാർ, സന്താന ഗോപാലം. ആ കഥ അതായത് ഈ അറ്റത്ത് പോയവരെയും ഭഗവാൻ തിരിച്ചു കൊണ്ടുവരും, വൈകുണ്ഠത്തിൽ പോയവരെയും എല്ലാം. ഇതൊക്കെ ഈ കഴിവ് വേറെ ആർക്കും ഇല്ല. അതും എങ്ങനെ? ബോധമില്ലാതെ നാമം ജപിച്ചാൽ തന്നെ ഇത്രയും സംഭവിക്കുന്ന പറയുന്നത്. അപ്പൊ നല്ല ഓർമ്മയോട്, ധ്യാനമായി, ശ്രദ്ധയോട് നാമം ജപിച്ചാൽ എങ്ങനെയായിരിക്കും? വെറുതെ ഉറങ്ങി ഉറങ്ങി ജപിച്ചാൽ തന്നെ ഈ അവസ്ഥയാണ്. ഓക്കെ, ശ്ലോകം പോയി. ആപന്ന സംശ്രുതിം ഘോരാം യന്നാമ വിവസോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യദ്ഭിവേതി സ്വയം ഭയം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇനി ബാക്കിയുള്ള 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വൈകുന്നേരമുള്ള സെഷനിൽ കവർ ചെയ്യും. ശ്രീല പ്രഭുപാദ് കി, ശ്രീമദ് ഭാഗവതം കി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, അതായത് ശുഖമഹർഷി, ഇന്നലെ ശുഖമഹർഷിയുടെ ഉത്ഭവം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഭാഗവതത്തിൽ പറയുന്നതും മറ്റു പുരാണങ്ങളിൽ പറയുന്നതും. ഭാഗവതം അനുസരിച്ച് 16ാമത്തെ വയസ്സിലാണ് ശുഖമഹർഷി ഗർഭത്തിൽ നിന്ന് വെളിയിൽ വരുന്നത്. അപ്പൊ ശുഖമഹർഷി അവിടെ ഭഗവാൻ ഫ്രണ്ടിൽ വന്നപ്പോ ഒരു ചോദ്യം പറഞ്ഞു. എന്താണ്? എന്നെ മായ പിടിക്കാൻ പാടില്ല. ആ ക്വസ്റ്റ്യനില് ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് കുറഞ്ഞു പോയി. എന്തായിരിക്കേണ്ടത് ചോദിക്കേണ്ടത്? ഭഗവാൻ ഫ്രണ്ടിൽ വന്നു, എന്താണ് ശുഖമഹർഷി ചോദിക്കേണ്ടത്? എന്ത് ചോദിക്കണം? ഭക്തിയോ മോക്ഷമോ അല്ലെങ്കിൽ അങ്ങയുടെ നിത്യ സേവനമോ? അത് ചോദിച്ചില്ല. അദ്ദേഹം ചോദിച്ചത് മായ എന്നെ പിടിക്കരുത് എന്നാണ് ചോദിച്ചത്. അവിടെ ഒരു ചെറിയ ഇതായിപ്പോയി. അതുകൊണ്ട് എന്തായി? അദ്ദേഹം മായയിൽ നിന്ന് മുക്തനായി. പക്ഷെ ഭഗവാന് മനസ്സിലാക്കില്ല. നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മായ പിടിക്കരുതെന്ന് ചോദിച്ചുകൊണ്ട് മായയിൽ നിന്ന് മുക്തനായി. പക്ഷെ എവിടെ എത്തിയില്ല? ഭഗവാന്റെ അടുത്ത് എത്തിയില്ല. ബ്രഹ്മവാദത്തിൽ പെട്ടുപോയി. പക്ഷെ ബ്രഹ്മവാദം എന്ന് പറയുന്നത് മായാവാദികളല്ല. മായാവാദികൾ ഞാൻ ദൈവം എന്ന് പറയുന്നവർ. ബ്രഹ്മവാദികൾ ദൈവം ബ്രഹ്മസ്വരൂപമാണ്, ആ ബ്രഹ്മമാണ് അവതരിക്കുന്നത് എന്ന് പറയുന്നവർ. അതിൽ കുറച്ച് ശരിയുണ്ട്. ഇത് കംപ്ലീറ്റ്ലി തെറ്റ്. ഞാൻ ദൈവം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണ്. അപ്പൊ ബ്രഹ്മവാദിയായി വന്നു. എന്നാലും ഭഗവത് കഥകളിൽ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഭഗവാൻ പരമസത്യം ബ്രഹ്മമാണ്, ആ ബ്രഹ്മം ഇങ്ങനെ അവതരിക്കുകയാണ്. അങ്ങനെ അവതാരങ്ങളിൽ രസം കൂടിയത് കൃഷ്ണനാണ്. ഒരു പകുതി ശരി, അങ്ങനെ ചിന്തിച്ചു. അപ്പോ എത്ര വ്യാസമഹർഷി വിളിച്ചിട്ടും ശുഖമഹർഷി നിന്നില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ഭാഗവതം പാടാൻ തുടങ്ങിയപ്പോ ശുഖമഹർഷി നിന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം ഭാഗവതത്തിൽ പരീക്ഷത്തിന് ഉപദേശിച്ച് അങ്ങനെ പോയി. പക്ഷെ പുരാണങ്ങളിൽ ഇനിയൊരു കഥ പറയണ എന്താണ്? വിളിച്ചപ്പോൾ ഇനിയൊരു ശുഖം രണ്ടായി പിരിഞ്ഞു. ഒരു ശുഖമഹർഷി പരീക്ഷിത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. മറ്റു പുരാണങ്ങളിൽ പറയുന്നത് ഇനിയൊരു ശുഖമഹർഷി അച്ഛന്റെ കൂടെ വന്നു. അച്ഛന്റെ കൂടെ വന്ന് അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹം അവസാനം വരെയും ബ്രഹ്മവാദിയായി തന്നെ തുടർന്നു. മനസ്സിലായി? പക്ഷെ ഇതിനെക്കുറിച്ച് ഭാഗവതം പറയുന്നില്ല. അപ്പൊ അത് മതിയോ? വേണ്ട, ബോധമില്ലാത്തതിന് ജപിച്ചാൽ മതി. ഭയങ്കര ക്വസ്റ്റ്യനാണ്. അതായത് ഒരു കാര്യം അറിയാമെങ്കിൽ
അപ്പുറത്ത് നല്ല റോഡുണ്ട്, ഇപ്പുറത്ത് കുണ്ടും കുഴി റോഡുണ്ട്. കുണ്ടും കുഴി റോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 10 മിനിറ്റിലെത്തി. നല്ല റോട്ടിൽ പോയാൽ 2 കിലോമീറ്റർ ചുറ്റി പോകണം, കുറച്ച് സമയം എടുക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഇതിലേ പോയിക്കോളാന്ന് പറഞ്ഞു, പിന്നെ എന്നാന്തേലും പോയാൽ മതി. പക്ഷെ എന്നാലും നാമത്തിനൊരു ബലമുണ്ട്. അത് ക്രമേണ നമ്മളെ എന്താക്കും? ശുദ്ധനാമത്തിലേക്ക് കൊണ്ടുവരും. പക്ഷേ നമ്മളായിട്ട് ഒരു എഫേർട്ട് ഇട്ടാൽ കൃഷ്ണൻ അത് കൂടുതൽ ഇഷ്ടപ്പെടുകയും അവൻ കുറച്ചും കൂടെ പ്രിയപ്പെട്ട ഭക്തനായി മാറുകയും ചെയ്യും. അല്ലല്ല, അത് കിട്ടിയില്ലെന്നല്ല, ഇവരതാണ് റിഫർ ചെയ്യുന്നത്. അത് കേട്ടിട്ടാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയത് അടുത്ത കോൺവെർസേഷനാണ്. ഇവര് റെഫർ ചെയ്യുന്നത് സൂത്ത പൗരാണികൻ സംസാരിക്കുമ്പോൾ ശുകമഹർഷിയും പരീക്ഷത്തിനെയും റെഫർ ചെയ്യുന്നു. ശുകമഹർഷിയും പരീക്ഷിത്ത് എന്ത് ചെയ്യുന്നു? വിതുരമൈത്രേയ സംവാദത്തിനെ റെഫർ ചെയ്യുന്നു. അവർ ഇങ്ങനെ ഓരോരുത്തരും അവരെ റെഫർ ചെയ്ത് വരികയാണ്. ആ അല്ല, അത് അടുത്ത ശ്ലോകത്തിലുണ്ട്. ഇവര് ഋഷിമാരെടുത്ത് ചോദിക്കുന്നു, അനുവർണിതം ആ വാക്ക് വരുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ. എന്താന്ന് വെച്ചാല് ആ പരമ്പരയിലുള്ള അങ്ങനെ അനുവർണിതം അത് നമുക്ക് അതിന് സപ്ലിമെന്റ് ആയിട്ട് തരണം. പക്ഷെ നിങ്ങളുടെ ആ ഭക്തിയും കൂടെ ചേരുമ്പോ അതിനെ കൂടും. അതായത് രാഗം, അനുരാഗം, രാധ, അനുരാധ. അനുരാധ ആരാണ്? രാധാറാണിയെ ഫോളോ ചെയ്യുന്ന ആള്. രൂപാനുഗ ആരാണ്? രൂപ ഗോസ്വാമിയെ ഫോളോ ചെയ്യുന്ന ആള്. അപ്പൊ നിങ്ങളുടെ വർണ്ണന എങ്ങനെയായിരിക്കണം? അതിപ്പോ അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ആ വർണ്ണന എങ്ങനെയായിരിക്കണം? അനുവർണിതം. അതിനെ ഞങ്ങൾക്ക് വർണ്ണിച്ചു തരണം. പക്ഷെ നിങ്ങളുടെ ഭക്തിയും കൂടെ അതിൽ ആഡ് ചെയ്യണം. ഭക്തിയും കൂടെ, പ്രഭുപാദിന്റെ സാക്ഷാത്കാരം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അതിന്റെ മധുരം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇത് ഈ ഇദ്ദേഹം ചോദിച്ച പോലെ ആവരുത്. എന്താണ്? അപ്പൊ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ഭാഗവതം വായിച്ചാൽ ഇനിയും കുറെ കൂടെ മധുരം കൂടെ വന്ന് അതും പറഞ്ഞിട്ടുണ്ട്. ഇത് അവസാനമാണ്, ഇനി കിട്ടാൻ പാടാണ്, അതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 ശ്ലോകേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഈ സൂത ഗോസ്വാമി ഇരുന്ന് കേട്ടു. അതുകൊണ്ട് അദ്ദേഹം വന്ന് തിരിച്ചു പറയും. ഫസ്റ്റ് ഭഗവാൻ ബ്രഹ്മാവിന് 4 ശ്ലോകം ഉപദേശിച്ചു. അത് കഴിഞ്ഞ് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു. നാരദൻ വ്യാസൻ ഉപദേശിച്ചു. വ്യാസൻ രചിച്ചു കഴിഞ്ഞു ഭാഗവതം. ചെറുതായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് സന്തോഷം വന്നില്ല. രണ്ടാമതും പോയി ഗുരുവായ നാരദന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എഴുതി കഴിഞ്ഞു, സന്തോഷമില്ല. അപ്പോഴാണ് ഭഗവാന്റെ ഗുണകർമ്മ ലീലകളെ എഴുതാൻ പറയുന്നത്. 10ാമത്തെ സ്കന്ധം ഇത്ര വല്ല. അപ്പൊ ഭാഗവതം ആഡ് ചെയ്തു വ്യാസൻ. അപ്പോഴാണ് വ്യാസന് സമാധാനമായത്. റൈറ്റ്? അത് ഒരു ലൈനല്ല ഭാഗവതം വന്നിരിക്കുന്നത്. ഞാൻ പിന്നെ അതൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ ആവുമെന്ന് പറഞ്ഞ് ആഡ് ചെയ്യാത്തതാണ്. ഒരു ട്രാക്ക് അല്ല ഭാഗവതം താഴോട്ട് വന്നിരിക്കുന്നത്. ഒരു ട്രാക്ക്. കൃഷ്ണ ഭഗവാൻ നാരായണന് പറഞ്ഞു, കൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു, ബ്രഹ്മാവ് വ്യാസന് പറഞ്ഞു, വ്യാസൻ ശുകമഹർഷിക്ക് പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് സൂത്രം. ഇതൊരു ട്രാക്ക്. ഇനിയൊരു ട്രാക്ക് ഉണ്ട് ഭാഗവതത്തിന്. കൃഷ്ണ ഭഗവാൻ നാരായണൻ ഉപദേശിച്ചു, നാരായണൻ ലക്ഷ്മിക്ക് ഉപദേശിച്ചു, അതൊരു ട്രാക്ക്. പിന്നെ കൃഷ്ണ ഭഗവാൻ നാരായണൻ ഉപദേശിച്ചു, നാരായണൻ ശിവൻ ഉപദേശിച്ചു, ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു, അത് വേറെ ട്രാക്ക്. പിന്നെ പരാശര മഹർഷി എന്താ പറയാ, ഇദ്ദേഹം ബ്രഹ്മാവ് പരാശര മഹർഷി ഉപദേശിച്ചു, പരാശരൻ മൈത്രേയൻ ഉപദേശിച്ചു, മൈത്രേയൻ വിതുരൻ, അത് വേറെ ട്രാക്ക്. പിന്നെ ബ്രഹ്മാവ് സന്ധ്യായന മുനിക്ക് ഉപദേശിച്ചു, അദ്ദേഹം ബൃഹസ്പതിക്ക് ഉപദേശിച്ചു, അദ്ദേഹം ഉദ്ധവർക്ക് ഉപദേശിച്ചു, വേറൊരു ട്രാക്ക്. പിന്നെ ഭഗവാൻ നാരായണൻ സംഘർഷണമൂർത്തിക്ക് ഉപദേശിച്ചു, കുമാരന്മാർക്ക് ഉപദേശിച്ചു, അത് വേറെ ട്രാക്ക്. 7ഓ 8ഓ ട്രാക്ക്. അതെല്ലാം കൂടെ കിട്ടിയതാണ് ഈ 18,000 ശ്ലോകം. ഇപ്പോഴും പഠിച്ചില്ലെങ്കിൽ ഇത് വല്ലം 10, 50, 60,000 ശ്ലോകമായി മാറും. ഇങ്ങനെ പല ട്രാക്കിൽ കൂടെ താഴെ വരാം. പക്ഷേ ഇത്രയും വന്നെങ്കിലും ഏറ്റവും സ്വാദ് ശുകമഹർഷി പറഞ്ഞതാണ്.
ഭാഗവതം പറഞ്ഞപ്പോൾ വ്യാസന് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അതേ ശാസ്ത്രം ഏത് തരത്തിലുള്ള അങ്ങനെയില്ല. വ്യാസ മഹർഷിക്ക് സാറ്റിസ്ഫൈഡ് ആയി, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഇനിയും ഇനിയും വേണം. ഞാൻ നല്ല ഒരു പായസം കഴിച്ചു, ഇഷ്ടമായി, അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? ആ പായസം വീണ്ടും വീണ്ടും വേണം. എന്തുകൊണ്ട് ഭാഗം വളരാത്തതാണ്. ഈ കൂടുതൽ ശ്ലോകം പാടിക്കൊണ്ടിരിക്കില്ലേ വ്യാസമഹർ? ഇപ്പൊ നമ്മൾക്ക് കിട്ടിയത് 11,000 ശ്ലോകം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതോ എത്ര? 18 സ്കന്ധം, 17 ബുക്ക്. ഓരോ ശ്ലോകത്തിനും 1.5 പേജ് പ്രഭുപാദ എഴുതി വെച്ചിരിക്കില്ലേ? അത് വളർന്നതല്ലേ? ആയില്ലേ? ഇനി ആ 1.5 പേജ് എടുത്തിട്ട് നമ്മൾ 1 മണിക്കൂർ ഇട്ട് വിളമ്പയില്ലേ? അത് വളർന്നതല്ലേ? ഇത് കേട്ട് ഈ 10 പേര് ചെന്ന് വിളമ്പൂല്ലേ? അല്ലേ? ഇത് വളർന്നോണ്ട് നമ്മൾ സംസ്കൃതത്തിൽ ശ്ലോകം എഴുതിയില്ലെന്നേ ഉള്ളൂ, കാരണം അതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇപ്പൊ നമ്മൾ എല്ലാവരും സംസ്കൃത പണ്ഡിതന്മാരായിരുന്നെങ്കിൽ ഈ ക്ലാസ് ഏത് ഭാഷയിലായിരിക്കും? അപ്പൊ പിന്നെ അത് ഏതായിരിക്കും? ഈ 18,000 40,000 ആയിട്ട് മാറും. ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം. ഇനി കൂടി, അതായത് ഭാരതം, ഇതേ പാണ്ഡവരുടെ കഥ സ്വർഗത്തില് ദേവലോകത്തിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് ഭാരതം. ആ ഭാരതത്തിൽ കുറച്ച് ശ്ലോകമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ മഹാഭാരതത്തിൽ 1,10,000 ശ്ലോകം. നമ്മൾ വായിക്കുന്ന വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകം. എന്നാൽ ദേവഗണങ്ങളുടെ രാമായണത്തിൽ അത്രയില്ല, കുറവാണ്. അപ്പോ ഈ ബുദ്ധി കുറയും തോറും താഴോട്ട് വരുമ്പോ ഇത് എന്തായിക്കൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. അല്ലേ? യെസ് പ്രോ. കൊടുത്തു. ദേവയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. ദർശനം എടുത്തിട്ട് ഭഗവാനെ, ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്റെ മക്കളെ കണ്ടതിൽ തന്നെ സന്തോഷമാണ്, അവര് തിരിച്ച് അവരുടെ ജീവിതഗതിയിൽ തുടരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചു കൊടുത്തു. വസുദേവരും ദേവകിയും 6 പുത്രന്മാരെ കെട്ടിപ്പിടിച്ചു, കരഞ്ഞു, ചിരിക്കുകയൊക്കെ ചെയ്തു. അവർ വീണ്ടും അപ്രത്യക്ഷമായി. അതിനെക്കുറിച്ച് അറിയില്ല, പുത്രൻ തിരിച്ചു കൂടെ ഉണ്ടായിരുന്നോ എന്താണെന്ന് അറിയില്ല. ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക്. ഹരേ കൃഷ്ണ.